ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്ക് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി കേക്കാണിത്. അത് മാത്രമല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന്റെ ബേസിക്സ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ, അതായത് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ, അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു 100 രൂപയ്ക്ക് അകത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണിത്. കൊറോണ ടൈമിലൊക്കെ ഈ കേക്ക് കുറച്ച് ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോഴും ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓവൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതേപോലെ കുഴിയുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തൊരു തട്ട് വെച്ചിട്ട് അത് മൂടി ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇങ്ങനെ വെക്കാതിരുന്നു കഴിഞ്ഞാൽ കേക്ക് ബാറ്ററിന്റെ നടുക്ക് മാത്രം ചൂടടിച്ചിട്ട് കേക്കിന് നടുക്ക് കുഴി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി നമുക്ക് ബിസ്ക്കറ്റ്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 10 രൂപയുടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അത് നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് മിക്സിയിലിട്ടിട്ട് നല്ലോണം നടിച്ചെടുക്കുക. ഇനി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഓൾറെഡി ആ ബിസ്ക്കറ്റിൽ കുറച്ച് മധുരം ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ ബേക്കിംഗ് സോഡ ആഡ് ചെയ്താലും മതി. പക്ഷെ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട, ഇതിൻ്റെ ഒരു പകുതിയോളം മതിയാവും. ഇനി നമ്മൾ ഈ ഒരു മിക്സിലോട്ട് 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലൊക്കെ ഉള്ള പാല് മതിയാവും. ഇനി നമ്മൾ ഈ ബാറ്റർ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ടിൻ സെറ്റ് ചെയ്യാം. നമ്മുടെ ഓവൻ സെറ്റപ്പിനകത്ത് വെക്കാൻ പറ്റുന്നതും പിന്നെ നമ്മുടെ കേക്കിന് പൊങ്ങി വരാനായിട്ടുള്ളൊരു സ്പേസും കൂടെ കൊടുക്കുന്നതായിട്ടുള്ളൊരു പാത്രം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ആ പാത്രത്തിൽ നമ്മൾ ഓയിൽ വെച്ച് നല്ലോണം ഗ്രീസ് ചെയ്യുക. മണമൊന്നുമില്ലാത്ത ഓയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബട്ടർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ടിന്നിനകത്ത് പ്ലേസ് ചെയ്യുക. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ മൈദയുടെ പൊടി വിതറിയുന്നാലും മതി. എന്തിനാ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കേക്ക് ആ ഒരു പാനിൽ നിന്ന് ഇളകി വരാനായിട്ടാണ് കേട്ടോ. അപ്പം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ടിന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ആ ഒരു കേക്ക് ടിൻ ഇറക്കി വെക്കുക. ഇറക്കി വെക്കുന്ന നേരത്ത് കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡിയായോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ കേക്കിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ആ ടൂത്ത് പിക്കിൽ കേക്കിന്റെ അംശങ്ങളൊന്നും പറ്റി പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കേക്ക് സെറ്റായി. ഇനി നമ്മൾ ആ കേക്കിന്റെ ചൂടൊക്കെ ആറിയതിനു ശേഷം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. ബട്ടർ പേപ്പർ വെച്ചവരാണെന്നുണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് സ്ലോ ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് ഈ കേക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് മുകളിൽ ഒരു കോട്ടിംഗ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഒരു കോട്ടിംഗ് ഉണ്ടാക്കാം. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഓറിയോ ബിസ്ക്കറ്റിന്റെ പൊടി എടുത്തിട്ട് ഒരു ഡെക്കറേഷൻ പോലെ ആ കേക്കിന്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. അതേപോലെ തന്നെ ഒരു ഹോളിഡേക്ക് എല്ലാവരോടും ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ ഈ ഓറിയോ കേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതെങ്ങനെ ഉണ്ടെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും എൻ്റർടൈനിങ്ങുമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.